മദ്യപിച്ച് ലെക്ക് കെട്ടി കഴിഞ്ഞ അയാളെ ബാറിൽ നിന്ന് പിടിച്ച് വലിച്ച് പുറത്തിടാൻ പാടില്ല. അയാൾ ബാറിൽ തന്നെ സംവിധാനങ്ങൾ ഒരുക്കി അയാളെ അക്കോമഡേറ്റ് ചെയ്യണം. കിക്ക് വിടുന്നത് വരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ബാർ ഉടമകൾക്കുണ്ട്. ഇത്ര കലോറിയൻ ഫുഡ് കൊടുക്കണമെന്നുണ്ട്. ആ ഫുഡൊന്നും മദ്യം വാങ്ങുന്ന ആൾക്ക് ചമ്മന്തിയും അച്ചാർ പോഷകാഹാരങ്ങൾ അടങ്ങിയ ഫുഡ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. മുട്ട കൊടുക്കണം, അതുപോലെ കടല, അങ്ങനെ പലതരം പോഷകാഹാരങ്ങൾ കൊടുക്കാൻ അബ്കാരി ആക്ടിൽ പറയുന്നുണ്ട്. അവന് എന്തെല്ലാം അവകാശം ഉണ്ടെന്ന് കുടിക്കാൻ പോണെന്ന് അറിയാത്തത് കൊണ്ടാണ് ബാർ ഉടമകള് ലെക്ക് കെട്ടവരെ പിടിച്ച് റോഡിലേക്ക് ഇടുന്നത്. ബാർ ഉടമ മദ്യം കഴിച്ച ഒരാൾ ലെക്ക് കെട്ടി ഇരിക്കുന്ന ഒരാളെ ബലായി പുറത്തേക്ക് ആക്കിയ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അപകടം വന്നാ ബാർ ഉടമ അറസ്റ്റിലാവാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഇയാൾ ഒരിക്കലും അങ്ങനെ പുറത്തേക്ക് ആക്കാൻ പാടില്ല. പിന്നെ ബാറിൽ നിന്ന് കഴിച്ചതിന്റെ ബില്ല് നിർബന്ധമായിട്ടും കുടിക്കുന്ന ആളുടെ പോക്കറ്റിൽ ഉണ്ടാവണമെന്നുണ്ട്. പക്ഷെ ഒരു ബാർ ഉടമയും ബില്ല് കുടിക്കുന്നവന് കൊടുക്കണമില്ല. മദ്യനിരോധന സമിതിക്കാരോ അല്ലെങ്കിൽ മദ്യത്തിനെതിരായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ എന്താ പറയേണ്ടത് അറിയോ? ഈ കുടിയന്റെ അവകാശങ്ങളെ കുറിച്ച് കുടിയനെ തന്നെ പറഞ്ഞ് ബോധവൽക്കരണം നടത്താൻ ആളാണ്. ബാറിന്റെ അവകാശം എന്ന് പറഞ്ഞാൽ 40 സീറ്റ് ഉണ്ടെങ്കിൽ 40 ബെഡ് ഉണ്ടാവണമെന്നുണ്ട്. അവിടെ എത്ര സീറ്റ് ഉണ്ടെന്ന് നോക്കണില്ലേ? ആ സീറ്റ് അനുസരിച്ച് അവിടെ ബെഡ് ഉണ്ടാവണം. അവരെ സംരക്ഷിക്കാൻ അവിടെ ആള് വേണം. അവര് ബന്ധുക്കളെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞ് അവരെ വന്ന് കൊണ്ടുപോകാവുന്ന സംവിധാനങ്ങൾ ഒരുക്കണം എന്നൊക്കെ ഉണ്ട്. ഈ അബ്കാരി ആക്ട് എന്താന്ന് സർക്കാരിനെ മാത്രം അറിഞ്ഞാൽ കാര്യമില്ല. ഇത്തരം കാര്യങ്ങള് എല്ലാ ബാറിന്റെ മുന്നിലും എഴുതി വെക്കണം. കുടിക്കുന്നവന്റെ അവകാശം സംബന്ധിച്ച് ഓരോ ബാറിന്റെ മുന്നില് ഒരു വ്യക്തി കാണാവുന്ന രീതിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ബോർഡുകൾ വെക്കണം.